മിശിഹായിൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടവരെ, നോയമ്പ് കാലത്തെ നമ്മുടെ ധ്യാനത്തിൻ്റെ 7-ാം കൽപ്പന മോഷ്ടിക്കാൻ പാടില്ല, അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ പറഞ്ഞാൽ യു ഷാൽ നോട്ട് സ്റ്റീൽ. അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം, നമ്മുടെ അല്ലാത്തത് ഒന്നും തന്നെ നമ്മൾ ആഗ്രഹിക്കാൻ പാടില്ല, അത് എവിടെ നിന്നും എടുക്കാൻ പാടില്ല, മറ്റൊരു സ്ഥലത്ത് കാണുമ്പോൾ അത് ആഗ്രഹിക്കാൻ പോലും നമ്മൾ പാടില്ല. അപ്പം നമ്മൾ മനസ്സിലാക്കണം, 2 തരമുണ്ട്. മോഷ്ടിക്കാൻ പാടില്ല എന്നൊരു പാപം പറയുമ്പോഴും അതിന് 2 തരമുണ്ട്. ഒന്നാമത്തെ കാര്യം നമ്മൾ മനസ്സിലാക്കുക, പുറപ്പാടിൻ്റെ പുസ്തകം 20-ാം അധ്യായം 15-ാം വാക്യത്തിൽ നമുക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റും. മോഷ്ടിക്കാൻ പാടില്ല നമുക്ക് കാണാൻ പറ്റും, ഒന്നും തന്നെ എടുക്കാൻ പാടില്ല, അതാണ് അതിൽ ഏറ്റവും വലിയ സത്യം. അപ്പം നമ്മൾ മനസ്സിലാക്കുക, മോഷ്ടിക്കാൻ പാടില്ല എന്ന് പറയുമ്പോൾ തന്നെ അതിൽ തന്നെ ഒരു സത്യമുണ്ട്. ഞാൻ ഈ സമൂഹത്തിനോട് നീതി ന്യായം കാണിക്കണം. അതായത് കൃത്യമായിട്ട് പറഞ്ഞാൽ, ഈ സമൂഹത്തിൽ ജീവിക്കുന്ന ഓരോ വ്യക്തിയും അവനിൽ തന്നെ സന്തോഷമായി ജീവിക്കുക, അവനിൽ തന്നെ സമാധാനത്തോടെ ഉള്ളത് വെച്ച് സന്തോഷം സമാധാനം നേടിയെടുക്കണം. അതാണ് ഇതിൻ്റെ ഏറ്റവും ഒരു അർത്ഥം. നമ്മൾ മനസ്സിലാക്കുക, ആദ്യമേ ഞാൻ എന്ന വ്യക്തി ഈ സമൂഹത്തിൽ ഒരു നീതി പാലിക്കണം. അതായത് നമ്മൾ മനസ്സിലാക്കണം, ഇപ്പം നമ്മൾക്ക് കാണാൻ സാധിക്കും ഓൺലൈൻ ഫ്രോഡ്, ഓൺലൈൻ വഴി നമ്മൾ മോഷ്ടിക്കുന്നുണ്ട്. പിന്നെ ചില ആപ്പ് വഴി ഇങ്ങനെ ലിങ്ക് വരും, ആ ലിങ്കിൻ്റെ താഴെ കുത്തിയാൽ പാവപ്പെട്ട ഇന്ന് നമ്മുടെ പ്രിയപ്പെട്ട പ്രായമുള്ള അച്ഛന്മാരും അമ്മച്ചിമാർക്ക് അറിയത്തില്ല ഇത് എന്താണെന്ന്. തൊട്ട് കഴിയുമ്പോഴേക്ക് അറിയുന്നത് അക്കൗണ്ടിലെ ക്യാഷ് പോയി. അപ്പം ഈ പരിപാടി നടത്താൻ പാടില്ല. അതായത് മറ്റൊരു വ്യക്തിയെ വഞ്ചിക്കാൻ പാടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. 2-ാമത്തെ കാര്യം, നമ്മൾ ന്യായമല്ലാത്ത മാർഗം, അതായത് 10 രൂപയ്ക്ക് മേടിച്ചു 20 രൂപയ്ക്ക് വിൽക്കുന്നു, അല്ലെങ്കിൽ എന്ത് ചെയ്യുന്ന മറ്റൊരു വ്യക്തിക്ക് ഇന്ന് നമ്മൾ ട്രാഫിക്കിൽ നമ്മളായിട്ട് നിയമങ്ങൾ തെറ്റിക്കും, എന്നിട്ട് നമ്മൾ പിഴയടിക്കാതെ ആ വണ്ടി കൊണ്ട് വിൽക്കും. അപ്പം സംഭവം എന്താ, ഞാൻ എന്ന വ്യക്തി ഒരു വാഹനം ഓടിച്ചു, ആ വണ്ടിക്ക് ഭയങ്കര പിഴയായി, അല്ലെങ്കിൽ ഇത് വന്ന് പെറ്റി അടിച്ചു. അതിനുശേഷം ഈ പെട്ടി അടയ്ക്കാതിരിക്കാൻ വരുമ്പോൾ ഞാനിത് ഈ വണ്ടി വിൽക്കും, അത് വേറൊരു വ്യക്തിക്ക് ബാധ്യതയാവും. അപ്പോൾ അതും ഒരു മോഷണമാണെന്ന് മനസ്സിലാക്കുക. പിന്നെ പബ്ലിക് വയലേഷൻസ്, അതായത് ഹർത്താൽ വന്നു, നേരെ KSRTCക്ക് അടിക്കുക, പൊട്ടിച്ച് കളയുക, നശിപ്പിക്കുക. അപ്പോൾ ഇതെല്ലാം ഒരു പബ്ലിക് വയലേഷനാണ്, ഇതൊരു മോഷണത്തിൻ്റെ ഭാഗമാണ്. എൻ്റെ അല്ലാത്തൊരു സാധനം ഞാൻ നഷ്ടമാക്കുമ്പോൾ നശിപ്പിക്കുമ്പോൾ അതൊരു പബ്ലിക് വയലേഷനാണ്. 4-ാമത്തെ കാര്യം നമുക്ക് മനസ്സിലാക്കുക, ഈ മറ്റ് വ്യക്തികളെ ദൂർത്തടിക്കുക. ചിലവരുണ്ട് ഒരുമിച്ച് കൂട്ടം കൂടി ഭക്ഷിക്കാൻ പോകും, ഓരോ കാര്യങ്ങൾക്ക് പോകും. ക്യാഷ് കൊടുക്കുന്ന സമയം വരുമ്പോൾ നമ്മൾ അവിടെ നിന്ന് പതിയെ വലിഞ്ഞു നീങ്ങുക, അവർ മാത്രം അത് കൊടുത്തു തീർക്കുക, മറ്റൊരു വ്യക്തിക്ക് ഒരു ബാധ്യതയായി തീരുക. അതുകൊണ്ട് മറ്റൊരു കാര്യം, ഇന്നത്തെ കാലത്ത് ഈ കോപ്പിറൈറ്റ് എല്ലാം ഒത്തിരി നടക്കുന്നുണ്ടല്ലോ. ഒരു CD സിനിമ തിയേറ്ററുകളിൽ പോയി നമ്മൾ അത് കാണുന്നു, സിനിമ കാണുമ്പോൾ തന്നെ ഇവിടെ ബട്ടണിൽ ഒരു ക്യാമറ വെച്ചു ആ സിനിമ ചോർത്തി എടുക്കുന്നു, പുറത്തേക്ക് വിൽക്കുന്നു. അപ്പം ഇതെല്ലാം മോഷണമാണ്. അതായത് നമുക്ക് അധികാരപ്പെടാത്തത് എന്ത് ചെയ്താലും അതെല്ലാം ഒരു വലിയൊരു പാപമാണ്, വലിയൊരു തെറ്റാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ആദ്യമേ മനസ്സിലാക്കുക, ആദ്യം നമ്മൾ ഇന്ന് വരെ എന്തെങ്കിലും എടുത്തിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു കൊടുക്കാൻ വേണ്ടി നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കുക. 2-ാമത്തെ കാര്യം, നമ്മുടെ കുഞ്ഞുങ്ങൾ സ്കൂളിൽ നിന്ന് വരുമ്പോൾ രാവിലെ ഒരു പേനയും ഒരു പെൻസിലും ഒരു റബ്ബറായിട്ട് പോകുന്നവർ തിരിച്ചു വരുമ്പോൾ 2-3 തിരിച്ചു വരും. അപ്പം മാതാപിതാക്കൾ ഇതൊന്നും പ്രോത്സാഹനം നൽകരുത്. മാതാപിതാക്കൾ പറഞ്ഞു കൊടുക്കണം, മക്കളെ ഇത് തെറ്റാണ്, നമുക്ക് അവകാശമില്ലാത്ത ഒരു വസ്തുവിനെയും തൊടാൻ പാടില്ല എന്ന് പറഞ്ഞു കൊടുക്കണം. പ്രിയമുള്ളവരെ, നമ്മളെ തന്നെ ഒന്ന് ചിന്തിക്കണം, നമ്മളെ തന്നെ ഒന്ന് ആത്മശോധന നടത്തുക. നമ്മൾ ഇത്രനാൾ ആരുടെയെങ്കിലും അവകാശപ്പെട്ട എന്തെങ്കിലും എടുത്ത് കയ്യിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം തിരിച്ചു കൊടുക്കുക. പാവപ്പെട്ടവനോട് കരുണ കാണിക്കുക. കരുണയിലാണ് ദൈവത്തിൻ്റെ ശക്തി ഏറ്റവും കൂടുതൽ കാണുന്നത്. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ, ശക്തിപ്പെടുത്തട്ടെ. ആമേൻ.